കിഴക്കൻ ലെബനനിലേക്ക് സൈന്യത്തെ അയച്ച് ഹിസ്ബുള്ളയെ നിരായുധരാക്കണമെന്ന് സിറിയയോട് അമേരിക്ക ആവശ്യപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന ഭയവും വിഭാഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചേക്കുമെന്ന മുന്നറിയിപ്പിലും നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ US സഖ്യകക്ഷിയാണ് സിറിയൻ സർക്കാർ. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ നിരായുധരാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണിതെന്നും വിലയിരുത്തുന്നുണ്ട്. മാർച്ച് 2-ന് ഇറാനെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ വെടിയുതിർത്തത് ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ ആശയം US സിറിയൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ആദ്യമായി ചർച്ച ചെയ്തതെന്ന് 2 സിറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇറാനെതിരെ USഉം ഇസ്രയേലും യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും ആവശ്യമുയർന്നത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അഭ്യർത്ഥന വന്നതായി 2 സിറിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇതെന്നാണ് ഒരു പാശ്ചാത്യ ഇന്റലിജൻസ് പറയുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് 10 ഉദ്യോഗസ്ഥരോടും സംസാരിച്ചെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ 6 സിറിയൻ ഉദ്യോഗസ്ഥരും സർക്കാർ ഉപദേശകരും, 2 പാശ്ചാത്യ നയതന്ത്രജ്ഞർ, 1 യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ, 1 പാശ്ചാത്യ ഇന്റലിജൻസ് സ്രോതസ് എന്നിവർ ഉൾപ്പെടും. സിറിയയിലെ സുന്നി ഇസ്ലാമിക് നേതൃത്വത്തിലുള്ള സർക്കാർ അതിർത്തി കടന്നുള്ള ദൗത്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും മടിച്ചു നിൽക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയോടും ടെഹ്റാനോടും ചരിത്രപരമായ ശത്രുതയുണ്ടെങ്കിലും ഇരുവരും 2011 മുതൽ 2024 കാലഘട്ടത്തിലെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബഷർ അൽ അസദിനൊപ്പം പോരാടിയവരാണ്. ഫെബ്രുവരി 28-ന് ഇറാനിൽ US ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചതു മുതൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. സിറിയ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പ്രതിരോധ നടപടികൾ മാത്രം കൈക്കൊള്ളണമെന്നും സിറിയയും അറബ് സഖ്യകക്ഷികളും സമ്മതിച്ചതായി മുതിർന്ന സിറിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഫെബ്രുവരി ആദ്യം മുതൽ സിറിയ ലെബനൻ അതിർത്തിയിൽ റോക്കറ്റ് യൂണിറ്റുകളെയും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട്. ലെബനനെ ഹിസ്ബുള്ളയെ നിരായുധരാക്കാൻ സഹായിക്കുന്നതിന് കിഴക്കൻ ലെബനനിലേക്ക് നീങ്ങാൻ വാഷിംഗ്ടൺ പച്ചക്കൊടി കാട്ടിയതായി സിറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളും ന്യൂനപക്ഷ ഷിയ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസ്വസ്ഥതകളും ദമാസ്കസ് അപകട സാധ്യതകളായി കാണുന്നു. പാശ്ചാത്യ ഇന്റലിജൻസ് സ്രോതസ്സും യൂറോപ്യൻ ഉദ്യോഗസ്ഥനും പറയുന്നത് ലെബനനിലെ ഹിസ്ബുള്ളയെ നേരിടുന്നതിൽ സിറിയൻ സൈന്യം കൂടുതൽ സജീവമായി പങ്ക് വഹിക്കണമെന്ന് US ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. എന്നാൽ ലെബനനിലേക്ക് പ്രവേശിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകുമെന്ന് സിറിയൻ നേതൃത്വം ഭയപ്പെടുന്നു. അസദുമാരുടെ കാലത്ത് സിറിയ ദീർഘകാലം ലെബനനിൽ ആധിപത്യം പുലർത്തിയിരുന്നു. 1976-ൽ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രവേശിച്ച സിറിയൻ സൈന്യം 2005-ലാണ് പിൻവാങ്ങിയത്. ഏതൊരു സിറിയൻ ഇടപെടലും സിറിയയിലും ലെബനനിലും വർഗീയ സംഘർഷങ്ങൾക്ക് വീണ്ടും കാരണമായേക്കാം. കഴിഞ്ഞയാഴ്ച തങ്ങളുടെ അതിർത്തി ഗ്രാമത്തിൽ ഹിസ്ബുള്ളയുടെ പീരങ്കി ഉണ്ടകൾ വീണതായി സിറിയൻ സൈന്യം പറഞ്ഞിരുന്നു. ഇതേ ഗ്രാമത്തിലൂടെ ലെബനനിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഇസ്രയേൽ ശ്രമം തങ്ങൾ തടഞ്ഞതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. എന്നാൽ ഇസ്രയേൽ ഇത് നിഷേധിച്ചു. ഇതിനോട് പ്രതികരിക്കാൻ ആവശ്യമായ നടപടികൾ ആലോചിക്കുകയാണെന്നാണ് സിറിയൻ സൈന്യം വ്യക്തമാക്കിയത്. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രയേൽ സമ്മർദ്ദത്തെ തുടർന്നായതിനാൽ പ്രതിഷേധിച്ച് അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോസഫ് കെന്റ് രാജിവെച്ചു. തന്റെ നിലപാട് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാജിക്കത്തയച്ചു. ഇറാൻ അമേരിക്കയ്ക്ക് പെട്ടെന്നുള്ള ഭീഷണിയൊന്നും ഉയർത്തുന്നില്ലെന്നും ഇസ്രയേലിന്റെയും അമേരിക്കയിലെ ചില ലോബികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് എടുത്തുചാടിയതെന്നും അദ്ദേഹം കത്തിൽ ആരോപിക്കുന്നുണ്ട്. തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഈ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. 2025 ജൂൺ വരെ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അമേരിക്കയുടെ സമ്പത്തും സൈനികരുടെ ജീവനും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണെന്ന് പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ചില തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം നടക്കുന്നതെന്നും ജോസഫ് കെന്റ് ചൂണ്ടിക്കാട്ടി.